ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുടിയിൽ തേക്കുന്ന എണ്ണ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ എണ്ണ കാച്ചുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിലെല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയില. മുരിങ്ങയില ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഒരു വകയുള്ള എല്ലാ വീട്ടിലും മുരിങ്ങയില ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്കലയും എനിക്ക് തോന്നുന്നു കുട്ടികളുള്ള വീടുകളിലൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പം മൂക്ക് വല്ല ജലദോഷം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മരുന്ന് ഇതാണ്. ഇത് പിഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അത്രയും എഫക്റ്റീവായ ഒരു സാധനമാണ് ഈ പനിക്കൂർക്കല എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് കറിവേപ്പിലയും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ ഒരു വകയുള്ള ആൾക്കാരെ വീടുകളിലൊക്കെ അടുക്കളത്തോട്ടം ഉണ്ടാവുമല്ലോ അല്ലേ? അതിൻ്റെ അകത്തൊക്കെ ഈ പറയുന്ന സാമഗ്രികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും ഞാൻ ആദ്യം കാണിച്ചെന്ന മുരിങ്ങയിലയും കൂടി മാത്രം നമുക്കൊന്ന് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അത് രണ്ടും മാത്രമേ നമ്മൾ ചതച്ചെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് എണ്ണ കാച്ചുമ്പം തന്നെ ഇടലാണ്. അപ്പോൾ ചെമ്പരത്തിയില അരത്തിയിട്ടുണ്ട്, ഉലുവ, കരിഞ്ജീരകം, പിന്നെ തുളസി. അതിൻ്റെ കൂടെ ഞാൻ പനിക്കൂർക്കലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇടുന്നത്. നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ ചീനിച്ചട്ടിയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ആദ്യം നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞ് ആദ്യം നമ്മൾ ഇടുന്നത് ഈ ചതച്ച് വെച്ച മുരിങ്ങയിലയും കറിവേപ്പിലയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എണ്ണ ചൂടായിട്ട് മാത്രമേ ഈ ചതച്ച് വെച്ച ഈ 2 ഇലകളും ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നന്നായി തിള വന്നതാ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, നന്നായി തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഉലുവയായാലും കരിഞ്ജീരകമായാലും എല്ലാം ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് തിളക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ തീ വെക്കാവൂ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കതിൻ്റെ എണ്ണയുടെ പാകം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊന്നും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് മൊരിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു പച്ച കളർ തന്നെ നമുക്കത് മനസ്സിലാവും. ഞാനത് ഈ വാങ്ങിച്ച് വെക്കാനാകുമ്പോൾ അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. ആ ഒരു കളറാവുമ്പം നമുക്ക് അടുപ്പത്തുനിന്ന് ഇത് വാങ്ങിച്ചു വെക്കാം. എന്നിട്ട് അത് ഒരു ദിവസം അങ്ങനെ തന്നെ ആ ചീനിച്ചട്ടിയിൽ വെക്കണം. പിറ്റേ ദിവസം മാത്രമേ നമ്മളത് വേറെ കുപ്പിയിലേക്ക് മാറ്റാവൂ. കാരണം ഇപ്പോൾ രാത്രിയാണ് നമ്മൾ ആക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്കത് മാറ്റാം. ഇപ്പം നമ്മളിപ്പോൾ രാത്രിയാണ് ആക്കുന്നത്, പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ചീനിച്ചട്ടിയിൽ നിന്ന് കുപ്പിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. കാരണം ഈ കറിവേപ്പില എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡുകൾ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മുടി നരക്കുന്നതിന്, പിന്നെ മുടിയുടെ അറ്റം വിളരുന്നത്, ഇതൊക്കെ തടയുന്ന ഒന്നാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത്. മുരിങ്ങയിലയുടെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. കാരണം ഈ മുരിങ്ങയിലയിൽ ഒരു ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീരെടുത്ത് നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് തലയോട്ടിയിൽ കൂടുതൽ ഓക്സിജൻ കിട്ടും. ആ സമയത്ത് ഈ മുടി കൊഴിയുന്നത് ഒരു പരിധിവരെ എന്നല്ല, നമുക്ക് പൂർണ്ണമായും അത് തടയാൻ പറ്റും. കരിഞ്ജീരകം എടുത്തു കഴിഞ്ഞാൽ, കരിഞ്ജീരകം എന്ന് പറയുമ്പോൾ നമ്മളെ കരിഞ്ജീരകം തന്നെ അതായത് കറുപ്പാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം തരുന്ന ഒന്നാണ് അത്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മൾ ആദ്യം തുളസി പുരട്ടുമല്ലേ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ തലയോട്ടിക്കും അത് ഭയങ്കര ഗുണമുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് പേൻ ശല്യം മാറ്റിത്തരുന്ന ഒരു ഔഷധമാണ് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പം ഞാൻ കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ്. ഞങ്ങൾ രാത്രി എണ്ണ കാച്ചി വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കുപ്പിയിലേക്ക് ആക്കുന്നത്.
അപ്പോൾ ഒരു തുണിയിൽ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. തുണിയിൽ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തുള്ള പൊടിയും കാര്യങ്ങളും ഒന്നും എണ്ണയിലേക്കാവില്ല. നമ്മൾ അരിപ്പയിൽ അരിക്കുന്നതിനേക്കാളും കൂടുതൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയിൽ അരിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണ നമുക്ക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കാൻ കഴിയും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പൊട്ടുന്ന കുപ്പിയിലായിരിക്കണം. അതായത് ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയോ മറ്റു കുപ്പികളോ എടുക്കാതിരിക്കുക. ചില്ലിൻ്റെ കുപ്പിയിൽ മാത്രം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതിന് അനുസരിച്ചിട്ട് നമ്മൾ വേറൊരു ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ കോപ്പയിലോ നമുക്ക് സ്ഥിരമായി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എണ്ണ എടുത്തിട്ട് തലയിൽ തേക്കാൻ പറ്റുന്ന വിധത്തിൽ എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് വേറെ ഒരു പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് അതിൻ്റെ അകത്തേക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ പരമാവധി അങ്ങനെ യൂസ് ചെയ്യുക. കാരണം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഞാനിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വെള്ള കളർ കോപ്പയിൽ ഈ എണ്ണ ഒഴിച്ചത്. കണ്ടോ, അതിൻ്റെ ചുറ്റും പച്ച കളർ കണ്ടോ, ആ ഒരു കളറിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിത് കുപ്പിയിലേക്ക് ഒഴിക്കലാണ്. കണ്ടോ, ഈ കുപ്പി പൊട്ടുന്ന ചില്ലിൻ്റെ കുപ്പിയാണ്. അങ്ങനത്തെ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുക. കാരണം നമുക്ക് വെളിച്ചം കിട്ടണം. വെളിച്ചം, അതായത് കുപ്പിയെല്ലാം ആകുമ്പം നമുക്ക് എന്തായാലും വെളിച്ചം ഉള്ളിലോട്ട് കടക്കും, സൂര്യപ്രകാശം. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കുപ്പിയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലെയും രാത്രിയും എണ്ണ എങ്ങനെ തലയിൽ തേച്ച് മസാജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഈ എണ്ണയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണണം. അപ്പോൾ അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നെല്ലിക്ക കിട്ടുമെങ്കിൽ നെല്ലിക്കയും കൂടി ഇടാം കേട്ടോ. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ നെല്ലിക്ക കിട്ടുമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. നമുക്കെല്ലാം പറമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുടിക്ക് അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. എന്നിട്ട് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ എങ്ങനെയൊക്കെ എഫക്റ്റീവായി എന്നുള്ളതും കൂടി എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, സീ യു.